നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയുടെ കേസിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ മോണിറ്ററി പോളിസി ഡീൽ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഫിസിക്കൽ പോളിസി ഡീൽ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. നമുക്കറിയാം, ഇന്ത്യയിലുള്ള നോട്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്. പക്ഷേ ഒരു രൂപയുടെ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു രൂപയുടെ നോട്ട് ഇഷ്യൂ ചെയ്യുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. മാത്രമല്ല, അതിൽ സൈൻ ചെയ്യുന്നത് ആരാണ്? സെക്രട്ടറി, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. ഫിനാൻസ് മിനിസ്ട്രിയിലെ സെക്രട്ടറിയാണ് സൈൻ ചെയ്യുന്നത്. ഫിനാൻസ് മിനിസ്ട്രിയിലെ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇത് ഒരു വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റൻ ആയിട്ടോ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ നോട്ടും ബാക്കി ഒരു രൂപയല്ലാതെ മറ്റ് നോട്ടുകളും ഒരു രൂപയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സിഗ്നേച്ചറാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? സാധാരണ നോട്ടിൽ, ഒരു രൂപ അല്ലാത്ത നോട്ടിൽ ആരാണ് ചെയ്തിരിക്കുന്നത്? RBIയുടെ ഗവർണറാണ് സൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു രൂപ നോട്ടിൽ, 100 രൂപ നോട്ടിലോ അല്ലെങ്കിൽ മറ്റേത് നോട്ടിലാണെങ്കിലും എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരതീയ റിസർവ് ബാങ്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, സാധാരണ നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ സിഗ്നേച്ചറിന് മുമ്പേ ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് 100 rupees എന്ന് എഴുതിയിട്ടുണ്ട്, അല്ലേ? അല്ലെങ്കിൽ എത്രയാണോ അത്ര പേ ചെയ്യുന്നുള്ള പ്രോമിസ് ഉണ്ട്. നേരെ മറിച്ച് ഒരു രൂപ നോട്ടിൽ അങ്ങനെയുള്ള പ്രോമിസസ് ഒന്നും തന്നെ ഇല്ല. നാലാമത്തെ കാര്യം, ഇതിൻ്റെ വേർഡിംഗ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഭാരത് സർക്കാർ എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? മറ്റേതിൽ എന്താ എഴുതിയിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. സാധാരണ നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. ഒരു രൂപ നോട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ്. അത് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ഒരു രൂപയാണ് ഏറ്റവും സ്മോളസ്റ്റ്, നോട്ട് വൈസ് ഏറ്റവും സ്മോളസ്റ്റ് ഡിനോമിനേഷനുള്ള ബാങ്ക് നോട്ട് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഇത് 1917 ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എക്സാമിന് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോട്ട്സിൻ്റെ കാര്യത്തിൽ ഒരു രൂപ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല. അതുപോലെ തന്നെ സിഗ്നേച്ചർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുടേതല്ല, മറിച്ച് സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ആണ് സിഗ്നേച്ചർ ഉള്ളത്. ഇത് ഏതിൻ്റെ കാര്യത്തിലാണ്? ഒരു രൂപ നോട്ടിൻ്റെ കാര്യത്തിൽ മാത്രമുള്ള കാര്യമാണ്. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.